നിങ്ങളൊന്ന് ചുറ്റും നോക്കണം. എന്തൊക്കെ കാണാം? ജീവനുള്ളതും ഇല്ലാത്തതും വെവ്വേറെ കാണുന്നുണ്ടോ? പല്ലി, പാറ്റ, പട്ടി, കോഴി, താറാവ്, വണ്ട്, മാവ്, പ്ലാവ്, ചിലന്തി, പുഴു, ഒച്ച്, പായൽ, പൂപ്പൽ, നിങ്ങളുടെ വീട്ടുകാരുൾപ്പെടെ. വേഴ്സസ് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, മിക്സർ, TV, കല്ല്, വെള്ളം, സൂര്യൻ, ചന്ദ്രൻ എന്നിവ. ഇതിൽ ജീവനുള്ള സാധനങ്ങൾ ജീവനില്ലാത്ത നമ്മുടെ കാർബണും ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും ആറ്റം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജീവനുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബയോമോളിക്യൂൾസിൽ നിന്നാണ്. ബയോളജി, ബയോമോളിക്യൂൾ. നമ്മുടെ കൺമുമ്പിലൂടെ മാറിമറിയുന്ന സകല ജീവജാലകങ്ങളുടെയും അടിസ്ഥാന രൂപരേഖയിൽ സാദൃശ്യങ്ങളുണ്ട്. അപ്പോൾ ജീവനുള്ള സാധനങ്ങളുടെ ഒരു നല്ലൊരു ശതമാനവും ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായും 4 ബയോമോളിക്യൂളിൽ നിന്നാണ്. അവയാണ് കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും. ഇവയിൽ ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേക ജോലികളുണ്ട്. ഇതിൽ കാർബോഹൈഡ്രേറ്റ് ആണ് ലോകത്ത് ഏറ്റവും കൂടുതലുള്ള ബയോമോളിക്യൂൾ. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ പോലെ. ഇനി കാർബോഹൈഡ്രേറ്റിൻ്റെ ജോലികൾ നോക്കുകയാണെങ്കിൽ ഇവ ചെടികൾക്കും മൃഗങ്ങൾക്കും ഊർജത്തിന് വേണ്ടിയുള്ള ഒരു പറ്റിയ സോഴ്സാണ്. പിന്നെ ചെടികളിൽ ഇവ സ്ട്രക്ചറൽ സപ്പോർട്ടിനായി ഉപയോഗിക്കുന്നുണ്ട്. 10-20 മീറ്റർ പൊക്കമുള്ള മരങ്ങൾ ഓർക്കുക. ഇതിൽ നമ്മുടെ വിഷയം സ്റ്റാർച്ചാണ്. നിങ്ങളുടെ ഭാഗ്യത്തിന് സ്റ്റാർച്ച് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. ഗ്ലൂക്കോസ് ആണ് പല ചെടികളുടെയും മൃഗങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനപരമായ ഊർജമാവ്. ഇതെടുത്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ കളിയും. നിങ്ങൾക്ക് ഷുഗറിൻ്റെ അസുഖമുണ്ടോ? ആളിവൻ തന്നെ. ചെടികൾ ഗ്ലൂക്കോസ് സൂക്ഷിച്ചു വയ്ക്കുന്ന രൂപമാണ് സ്റ്റാർച്ച്. സൂര്യപ്രകാശത്തിൻ്റെ ഊർജം ഉപയോഗിച്ച് വായുവിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും മണ്ണിൽ നിന്ന് വെള്ളവും എടുത്ത് ചെടികൾ അവരുടെ ഊർജത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റായ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. അതായത് അവർ അവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ട്രാൻസ്പോർട്ടേഷൻ വിഭാഗമാണ് ചോര. ചെടികളാകട്ടെ ഇതിനായി വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഗ്ലൂക്കോസ് വെള്ളത്തിൽ കലങ്ങും, പിന്നെ ഇതിനെ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് ചെടികൾ കോടിക്കണക്കിന് ഗ്ലൂക്കോസ് കണികകൾ ചേർത്ത് വെച്ച് ഒരൊറ്റ മോളിക്യൂൾ ഉണ്ടാക്കുന്നു. അതാണ് സ്റ്റാർച്ച്. ഒരു മതിൽ സ്റ്റാർച്ചായിട്ട് കരുതിയാൽ അതിൻ്റെ ഓരോ ഇഷ്ടികയും ഓരോ ഗ്ലൂക്കോസ് കണികകളാണ്. ഇത് വെള്ളത്തിൽ കലങ്ങില്ല, അതുകൊണ്ട് സൂക്ഷിക്കാൻ എളുപ്പമാണ്. ഇതുപോലെ അനേകം അടിസ്ഥാനപരമായ കണികകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന സാധനങ്ങളെയാണ് പോളിമർ എന്ന് വിളിക്കുന്നത്. സ്റ്റാർച്ച് ഒരു പോളിമറാണ്, ഒരു പ്രകൃതിദത്തമായ പോളിമർ. നിങ്ങൾക്ക് ചുറ്റും പലതരം പോളിമറുകൾ കാണാൻ സാധിക്കും. നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം, നൈലോൺ, റയോൺ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, PVC പൈപ്പ്, റബ്ബർ, സൂപ്പർ ഗ്ലൂ, അങ്ങനെ പലതും. പോളിമർ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് തന്നെയുണ്ട്. പിന്നല്ല. ഇവയിൽ ചിലത് മനുഷ്യനിർമ്മിതമാണ്, ചിലത് പ്രകൃതിദത്തവും. പ്രകൃതിയിൽ കാണുന്ന പോളിമറിൻ്റെ സങ്കീർണതയുടെ 7 അയലത്ത് വരില്ല മനുഷ്യനിർമ്മിതമായ പോളിമറുകൾ. നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അതിനെ കൃമികൾക്ക് ദഹിപ്പിക്കാനാകില്ല. അതിനുള്ള പ്രതിവിധിയാണ് ബയോപ്ലാസ്റ്റിക്സ്. നമ്മുടെ ഉരുളൻകിഴങ്ങിൽ നിന്നോ ചീനിയിൽ നിന്നോ സ്റ്റാർച്ച് എടുക്കുന്നു, അതിൽ കെമിക്കൽ മോഡിഫിക്കേഷൻ ചെയ്ത് നമ്മുടെ ഉപയോഗത്തിനായി രൂപപ്പെടുത്തിയെടുക്കുന്നു. തിന്നാനല്ല, മറ്റ് നിത്യോപയോഗ സാധനങ്ങളായി മാറ്റാൻ വേണ്ടി. സ്റ്റാർച്ച് മോഡിഫിക്കേഷൻ വളരെയധികം റിസർച്ച് നടക്കുന്ന ഒരു ഫീൽഡാണ്. നമ്മുടെ വയലിലൊക്കെ ചുമ്മാതെ കയറി വരുന്ന ചീനി ഒരു സ്റ്റാർച്ചാണ്. സ്റ്റാർച്ച് ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ ഒരു ഭിത്തി. അപ്പോൾ ഇഷ്ടികയാണ് ഭിത്തിയുടെ മോണോമർ, ഭിത്തിയാണ് പോളിമർ. അതുപോലെ ഗ്ലൂക്കോസാണ് സ്റ്റാർച്ചിൻ്റെ മോണോമർ,
സ്റ്റാർച്ച് ഒരു പോളിമർ. ഇനി ഭിത്തിയുടെ ചില ഭാഗത്ത് ഇഷ്ടിക ഇങ്ങനെയും ബാക്കിയുള്ള സ്ഥലത്ത് ഇങ്ങനെയുമാണ് അടുക്കി വച്ചിരിക്കുന്നതെന്ന് കരുതുക. ഇതുപോലെ സ്റ്റാർച്ചിലും ഗ്ലൂക്കോസ് രണ്ട് രീതിയിൽ അടുക്കി വച്ചിരിക്കുന്ന മോളിക്യൂളുകളുടെ കൂട്ടങ്ങളാണ്. ഒന്ന് അമിലോസ്, മറ്റേത് അമിലോപെക്റ്റിൻ. രണ്ടിലും സംഭവം ഗ്ലൂക്കോസ് തന്നെയാണ്, പക്ഷെ അടുക്കി വച്ചിരിക്കുന്ന രീതിയിലും ഗ്ലൂക്കോസ് കണികകളുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ട്. സ്റ്റാർച്ച് ചെടികളിൽ ചെറിയ ഗ്രാന്യൂൾ. ഇത് പല ഷേപ്പിലും സൈസിലും വരാം. ഉറവിടം അനുസരിച്ച് ഗ്രാന്യൂൾ സൈസ് മാറും. അരിക്കുള്ളിലെ ഗ്രാന്യൂൾ സൈസ് 2 മൈക്രോമീറ്ററേ ഉള്ളൂ, പക്ഷേ പൊട്ടറ്റോയിൽ അത് 100 മൈക്രോമീറ്ററാണ്. അതായത് പറഞ്ഞു വരുന്നത് 5 mm സൈസ് വരുന്ന അരിയുടെ ഉള്ളിൽ നിറച്ച് 2 മൈക്രോമീറ്റർ സൈസുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റാർച്ച് ഗ്രന്യൂളുകളാണ്. മാതള നാരങ്ങയും അകത്തെ കോലവും സങ്കല്പിക്കാം. ഇതിൽ ഓരോ സ്റ്റാർച്ച് ഗ്രാന്യൂളിലും കോടിക്കണക്കിന് അമിലോപെക്റ്റിൻ മോളിക്യൂളും അതിൻ്റെ 100 ഇരട്ടി അമിലോസ് മോളിക്യൂളുമുണ്ട്. അമിലോസ് മോളിക്യൂളിൽ ഗ്ലൂക്കോസ് കണികകൾ അറ്റം ചേർത്ത് ഒരൊറ്റ വരിക്കാണ് അടുക്കി വച്ചിരിക്കുന്നത്. ശിഖിരങ്ങൾ ഒട്ടുമില്ല. ഒരു അമിലോസ് മോളിക്യൂളിൽ ഒരു 10-20,000 ഗ്ലൂക്കോസ് കണികകൾ കാണും. ഒരു സാധാ സ്റ്റാർച്ച് മോളിക്യൂളിൻ്റെ 20-30% വരെ തൂക്കമേ ഇതിനുള്ളൂ. ഇതൊരു നീളൻ മോളിക്യൂളാണ്, കട്ടി കുറവും. ഇത് ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം ഒരു ഹെലിക്കൽ ഷേപ്പാണ് സ്വീകരിക്കുന്നത്. ഈ ഹെലിക്സ് സിംഗിളോ ഡബിളോ ആകാം. ഇത് സിംഗിൾ ഹെലിക്സ്. ഇതിൽ കറുത്ത ഉണ്ട കാർബൺ ആറ്റം, ചുവപ്പ് ഓക്സിജൻ ആറ്റം, വെള്ള ഹൈഡ്രജൻ. ബാക്കി നിങ്ങളിരുന്ന് നോക്ക്. സൈറ്റ് ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് ഡബിൾ ഹെലിക്കൽ അമിലോസ്. ഇതിൽ ഏത് രൂപവും സ്വീകരിക്കാം. അമിലോപെക്റ്റിൻ നേരെ മാത്രമല്ല സൈഡ് ബിസിനസ്സുമുണ്ട്. നേരെയുള്ള വരിയിൽ എല്ലാ 30 ഗ്ലൂക്കോസ് കണികകൾക്കും ശേഷം സൈഡിലേക്ക് ഒരു ബ്രാഞ്ചിങ് കാണും. അങ്ങനെ അവിടെയും ഇവിടെയും എല്ലാം ശിഖിരങ്ങൾ. അങ്ങനെ ഒരൊറ്റ അമിലോപെക്റ്റിൻ മോളിക്യൂളിൽ 20 ലക്ഷത്തോളം ഗ്ലൂക്കോസ് കണികകളെങ്കിലും കാണും. ഇതിൻ്റെ മൊത്തത്തിലെ നീളം കുറവാണ്, പക്ഷെ നല്ല കട്ടിയുണ്ട്, തടിച്ചിരിക്കും. ഇതാണ് സ്റ്റാർച്ചിൻ്റെ 70% ഭാരം. മനുഷ്യരിൽ ഗ്ലൂക്കോസ് സൂക്ഷിക്കുന്ന രൂപമാണ് ഗ്ലൈക്കജൻ. ഇത് അമിലോപെക്റ്റിൻ പോലെ തന്നെ, പക്ഷേ ബ്രാഞ്ചിങ്ങിൻ്റെ ഇടവേള കുറവാണ്. അമിലോപെക്റ്റിനിൽ 30 കണികകൾ കൂടുമ്പോൾ ഇവിടെ ഒരു 10 എണ്ണത്തിൽ ഒരെണ്ണം ബ്രാഞ്ച് ചെയ്യും. ഇനി നമുക്കൊരു സ്റ്റാർച്ച് ഗ്രന്യൂൾ എടുക്കാം. ഈ ഗ്രന്യൂളിനെ പകുതിക്ക് മുറിച്ചാൽ ഇതുപോലെ റിങ്സ് മാതൃകയിൽ 2 രീതിയിലുള്ള സ്ഥലങ്ങൾ ശ്രദ്ധിക്കാം. ഒരു സ്ഥലം ക്രിസ്റ്റലൈനും അടുത്ത റൗണ്ട് അമോർഫസുമാണ്. ക്രിസ്റ്റലൈൻ സ്ഥലത്ത് മോളിക്യൂളുകൾ നന്നായി അടുക്കി വച്ചിരിക്കുന്നു. ഒരു ഒതുക്കമുണ്ട്, ഒരു ഓർഡറുണ്ട്, ഒരു ലൈബ്രറിയിൽ ബുക്സ് വെച്ചിരിക്കുന്ന പോലെ. അമോർഫസ് സ്ഥലത്താകട്ടെ എല്ലാം വലിച്ചു വാരി കിടക്കുന്നു. പ്രത്യേകിച്ച് ഒരു ചിട്ടയോ ആകൃതിയോ ഇല്ല. ഒരു കൊച്ചുകുട്ടിയുടെ കളിസ്ഥലം മനസ്സിൽ വരട്ടെ. അതായത് ഒരു സ്റ്റാർച്ച് ഗ്രന്യൂളിൻ്റെ നടുക്ക് നിന്ന് പുറത്തേക്ക് നീങ്ങിയാൽ ക്രിസ്റ്റലൈനും അമോർഫസുമായ തോടുകൾ മാറി മാറി വരുന്നു. ഇതിന് കാരണം ഗ്രന്യൂളിൽ അമിലോപെക്റ്റിൻ കുടികൊള്ളുന്ന രീതിയാണ്. സ്റ്റാർച്ചിൻ്റെ 70% അമിലോപെക്റ്റിൻ ആണെന്ന് പറഞ്ഞല്ലോ. ഇത് ഗ്രന്യൂളിൻ്റെ നടുക്ക് നിന്ന് റേഡിയലി പുറത്തേക്കാണ് വളർന്ന് പന്തലിക്കുന്നത്. അമിലോപെക്റ്റിൻ ഈ ഭാഗത്ത് നല്ല ടൈറ്റ്ലി പാക്ഡ് ആണ്, ക്രിസ്റ്റലൈൻ. ഇവിടെ അത്ര പോരാ, അമിലോസ് മോളിക്യൂളുകളും കാണാം. അമോർഫസ് സ്ഥലം, പിന്നെയും ക്രിസ്റ്റലൈൻ, പിന്നെയും അമോർഫസ്. അപ്പോൾ ഇതാണ് സ്റ്റാർച്ച് ഗ്രന്യൂളിന് മൊത്തത്തിൽ
ക്രിസ്റ്റലൈനും അമോർഫസുമായ തോടുകൾ മാറി മാറി വരാൻ കാരണം? അമിലോസും അമിലോപെക്റ്റിനും അല്ലാതെ മറ്റ് മോളിക്യൂളുകളും സ്റ്റാർച്ച് ഗ്രന്യൂളിലുണ്ട്. അതുമാത്രമല്ല, സ്റ്റാർച്ചിൻ്റെ പല തലങ്ങളിൽ, അതായത് പല അളവിൽ നമ്മൾ സ്റ്റാർച്ച് ഗ്രന്യൂളിലേക്ക് തുറിച്ച് വലുതാക്കി നോക്കിയാൽ വ്യത്യസ്തങ്ങളായ പാറ്റേൺ കാണാൻ സാധിക്കും. സ്റ്റാർച്ചിൻ്റെ മൊത്തം ഘടന പഠിക്കുന്നത് വളരെ പാടുപെട്ട ഒരു സംഭവം തന്നെയാണ്. ശരിക്കും അമിലോസ് ഗ്രന്യൂളിൻ്റെ ഏത് ഭാഗത്താണുള്ളത്? അമിലോസും അമിലോപെക്റ്റിനും ഏത് രൂപത്തിലാണ് ഗ്രന്യൂളിൽ കുടികൊള്ളുന്നത്? അമിലോസിന് ബ്രാഞ്ചിങ് ഉണ്ടോ? ഇവർ തമ്മിൽ ബന്ധം എന്ത്? കാരണം ഇതൊന്നും നമ്മുടെ നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഇതൊന്നും തള്ളിക്കളയാനും കഴിയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇലക്ട്രോൺ നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ ചുറ്റുമുള്ള ലൈറ്റ്, ഫാന്, ഫ്രിഡ്ജ്, TV എല്ലാം ഓടുന്നത് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. സ്റ്റാർച്ചിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് നമ്മൾ ചെറുതായി ഒരു അന്വേഷണം നടത്തിയ സ്ഥിതിക്ക് ഇനി ഇതിൻ്റെ പല പ്രവർത്തനങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉപ്പുമാവിൻ്റെ മാജിക്ക്, കഞ്ഞിയിലെ പാട, നല്ല കട്ടിയുള്ള അരി പാചകത്തിന് ശേഷം മൃദുലമാകുന്നത്, അങ്ങനെ പലതും അന്വേഷിക്കാനും അറിയാനുമായി അടുത്ത വീഡിയോ കാണുക.